ഹായ് ഗൈസ്. അങ്ങനെ വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു യാത്ര പോവാണ്. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത് കർണാടകയിൽ തലക്കാവേരിയിലേക്കാണ്. തലക്കാവേരി എന്ന് പറയുന്നത് നമ്മുടെ കർണാടക കൂർഗ് ജില്ലയിലെ ഒരു സ്ഥലമാണ് തലക്കാവേരി എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ കാവേരി നദിയുടെ ഉത്ഭവമാണ് തലക്കാവേരി. നമ്മളിന്ന് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പാണത്തൂര്, ഭാഗമണ്ഡലം, തലക്കാവേരി ആ ഒരു റൂട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞങ്ങൾ പാണത്തൂർ എത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് ഇപ്പം നമുക്ക് ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാടിൻ്റെ ഇതേ റൂട്ട് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളിപ്പം ആ ഒരു കാസർഗോഡ് സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മടിക്കേരി വഴി നമുക്ക് ചുള്ളിയ മടിക്കേരി ഒക്കെ വഴി നമുക്ക് ഭാഗമണ്ഡലത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഭാഗമണ്ഡലം തലക്കാവേരി പോകാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ ഈ ഒരു കണ്ണൂർ ഇരിട്ടി ആ ഒരു സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയോര ഹൈവേ കയറി പാണത്തൂർ വന്നതിന് ശേഷം ഭാഗമണ്ഡലം തലക്കാവേരി പോവാന്നുള്ളതാണ്. ബാക്കി വിശേഷങ്ങളും പോകുന്ന കാഴ്ചകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണുക. പിന്നെ എൻ്റെ ഇവിടെ എന്നുള്ളത് നവജിത്ത് തിരുവാതിരയാണ്. നമ്മളങ്ങനെ കർണാടകത്തിൽ കയറി ഒരു പമ്പിൽ എണ്ണയടിക്കാൻ കയറിയതാട്ടോ. ഇവിടെ 103 രൂപയാണ് പെട്രോളിന്. നമ്മുടെ നാട്ടിൽ ഏകദേശം 106 രൂപയാണ്. ഏകദേശം 3 രൂപ ഡിഫറൻസ് കർണാടകത്തിലുണ്ട്. ഒരു ഇൻട്രസ്റ്റേറ്റ് റോഡാണ്, അന്തർദേശീയ പാതയാണ്. ആ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. രാവിലെ തന്നെ പണി മുടങ്ങി. നമ്മളിവിടുത്തെ കർണാടകയാണെന്ന് പറഞ്ഞാൽ കേരള കർണാടക ബോർഡർ ആയതുകൊണ്ട് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും മലയാളികൾ തന്നെയാണ്. ആനിമൽ ക്രോസിംഗ് പോകും. എനിക്കത് പുലി മാനയൊക്കെ ഇറങ്ങുന്ന ഒരു വഴിയാന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ നല്ല മണം ഉണ്ടായിരുന്നു, എന്തെയോ മണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് മുമ്പ് പറഞ്ഞത് ആനപ്പിണ്ടത്തിന്റെ ആണ്. ആനപ്പിണ്ടമാണോ? ആനപ്പിണ്ടല്ല. ഈ ഫോറസ്റ്റിനുള്ളിൽ തന്നെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഒരു 20 രൂപ ചാർജ് വരുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ യാത്ര തുടരാൻ വേണ്ടിയിട്ട്. നമ്മൾ കർണാടകയുടെ ആ ഒരു വനമേഖലയൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂർഗിന് ഗ്രാമീണ ഭംഗിയിലേക്ക് കടന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള കൃഷികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ കാപ്പി, ഏലം, ഒരു തട്ടായി തിരിച്ച് നെൽകൃഷികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കൊണ്ട് അവിടുത്തെ ഭാഗമണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ റൈറ്റ് ആണ് പോകേണ്ടത്. നമ്മൾ ഈ ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മടിക്കേരിക്കാണ് പോകുന്നത്. ഇത് മടിക്കേരി റോഡാണ്. നമുക്ക് ഈ റൈറ്റ് പോകുന്നത് നമ്മുടെ തലക്കാവേരി റോഡ്. ഇവിടെ നമുക്ക് തലക്കാവേരിയുടെ എൻട്രൻസിൽ നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാം. നമ്മൾ പാർക്കിംഗ് ഫീ ആയിട്ട് നമ്മളൊരു 10 രൂപ, ബൈക്കിന് 10 രൂപയാണ് വരുന്നത്. കാറിന് അത്രയാണ് നോക്കിയില്ല ശരിക്കും. കാറിന് ഒരു എമൗണ്ട് വരുന്നുണ്ട്. പുള്ളി അവിടെ വണ്ടി നിലയം പൈസ മേടിക്കും. ഇതാണ് കേട്ടോ തലക്കാവേരി എത്തുന്നതിന് മുമ്പുള്ള ഒരു ഗേറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കടകൾ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്കിവിടെ ദൂരത്ത് നോക്കുവാണെങ്കിൽ ആ തലക്കാവേരിയുടെ ഒരു മെയിൻ ഗേറ്റും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെ തലക്കാവേരി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പാടില്ല എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ വേറെ നമുക്കിവിടെ കയറാനായിട്ടൊരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഫോർമലിലാണ്. സാധാരണ നമുക്ക് ജീൻസോ ഷോർട്ട്സോ ഒക്കെ ഇട്ടിട്ട് ഇവിടെ കയറാൻ വേണ്ടി പറ്റത്തില്ല. ഇത് നമ്മളിവിടെ അമ്പലത്തിൻ്റെ മുകളിലെത്തി കഴിയുമ്പോഴൊരു വ്യൂ ആട്ടോ അത് ഈ കാണുന്നത്. നമ്മുടെ ഇവിടെ നല്ല കോട ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 10:30 കഴിഞ്ഞു. നല്ല കോട ഇറങ്ങുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് മഴ പെയ്തില്ല. പക്ഷേ ഇന്നലെ വരെയൊക്കെ നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. നിർത്താതെ മഴയായിരുന്നെന്നാണ് പറഞ്ഞത്. ഇന്നാണ് കുറച്ച് തെളിച്ചുള്ളത്. അപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് നല്ല സമയമാണ്. ഈ കാണുന്നതാണ് തലക്കാവേരി നദിയുടെ ഉത്ഭവമായിട്ട് കരുതുന്ന ഒരു സ്ഥാനം. ഒരുപാട് ആൾക്കാർ ഇവിടെ ചിലരെയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. നമുക്കറിയാം കാവേരി നദി എന്ന് പറയുന്നത് കർണാടക, തമിഴ്നാട് ഈ 2 സംസ്ഥാനങ്ങളെ ഒരു പ്രധാനപ്പെട്ടൊരു നദിയാണ്. ഏകദേശം 750-800 കിലോമീറ്ററുകളോളം ഈ 2 സംസ്ഥാനങ്ങളുടെ കടന്നുപോയി നമ്മുടെ അറബിക്കടലിൽ പോയി ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്ഭവ സ്ഥാനമായിട്ട് കരുതുന്നൊരു സ്ഥലമാട്ടോ ഇത് തലക്കാവേരി. ഈ ഒരു കാവേരി നദിയെ ഇവിടുത്തെ ജലത്തിൽ ഒരു ഹോളി വാട്ടറായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കണക്കാക്കപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്ദർശകരും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഒരുപാട് ഇവിടേക്ക് വരുന്നുണ്ട്. ഈ കാണുന്നത് നമുക്ക് മേലിലോട്ടൊരു വ്യൂ പോയിൻറ്റിലേക്കുള്ളൊരു വഴിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട്
ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പം ആരെയും മേളിലോട്ട് കയറ്റി വിടുന്നില്ല. ഗൈസ് വെറുതെ പറയുന്നതല്ല ഗൈസ്, ഇതൊരു അടിപൊളി സ്പോട്ടാട്ടോ. നിങ്ങൾ എന്താ പറയുക, കൂർഗിലോട്ട് യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ തലക്കാവേരി ഒഴിവാക്കരുത്. എനിക്കൊന്ന് മീൻസ് മടിക്കരുതെന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തലക്കാവേരി മാത്രമേ കാണാനുള്ളൂ. പക്ഷെ നിങ്ങളത് ഒഴിവാക്കരുത്. കാരണം നിങ്ങളിവിടെ എത്രയും കിലോമീറ്റർ 40-45 കിലോമീറ്ററാണ് നമുക്ക് മടിക്കരുത് ഇങ്ങോട്ട് വരാനുള്ളത്. അത്രയും കിലോമീറ്റർ ഓടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല. നല്ല ക്ലൈമറ്റില്ല, ഇതുപോലുള്ള നല്ല ക്ലൈമറ്റുള്ള സമയത്തും കൂടെ വരണേ. എനിക്കൊന്ന് ഈ പറയുന്ന നവംബർ ഡിസംബറൊക്കെ ഇതിലും സെറ്റായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു മഴയ്ക്കും കൂടെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പം മഴയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഗൈസ്, നമുക്ക് തലക്കാവേരി നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്കായിരുന്നു ത്രിവേണി സംഗമം, അത് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കൂറിലോട്ട് വരുമ്പം വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വൈൻ ഷോപ്പുകളാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഒരുപാട് വൈൻ ഷോപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്രയും വെറൈറ്റീസ് ഉണ്ടല്ലേ. ചേട്ടാ, ഇതിൻ്റെ എല്ലാം വരുന്നത് 750 മില്ലേ വരുന്നത്? 750 മില്യനെ വരുന്നത്. ചെറിയ ബോട്ടിലൊന്നുമില്ല. ഇപ്പം ഇത്രയും ഫ്ലേവേഴ്സ് ഉണ്ടല്ലേ, ഏകദേശം 33 ഫ്ലേവേഴ്സ് ഉണ്ടല്ലേ. ഈ പെപ്പർ അവൈലബിൾ ആണോ? പെപ്പർ ഇല്ല അല്ലേ. പിന്നെ ഉള്ളത് ചോക്ലേറ്റും, ഹോം മെയ്ഡ് ചോക്ലേറ്റും, തേനുണ്ട്, കാപ്പിപ്പൊടിയൊക്കെ അല്ലേ. നമ്മുടെ ഈ വൈൻ്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ്? എങ്ങനെയാണ്? 300 തൊട്ട് അങ്ങോട്ടേക്കല്ലേ. ഏറ്റവും കൂടിയതാ 700. അതെന്താ ഫ്ലേവർ? മറ്റേ ബ്ലൂബെറിയാ? മൾബെറി. ഓക്കെ, ക്യാഷും ഉണ്ട്. ഓ, ഇത് മറ്റേ ഫെനി ടൈപ്പ് ആയിരിക്കും അല്ലേ. ഇതുപോലത്തെ വൈൻ ഷോപ്പുകൾ നമുക്ക് ഈ കൂറിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ എല്ലായിടത്തും കയറി റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി മേടിക്കുക. അങ്ങനെ നമ്മൾ തലക്കാവേരി പോയി, അവിടുന്ന് ഇറങ്ങി നമ്മളിപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ത്രിവേണി സംഗമം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതായി കാണുന്നുണ്ട് ത്രിവേണി സംഗമം. അതായത് 3 നദികൾ ഒന്നായി ചേരുന്ന ഒരു ഇതാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊരു നദി ഒഴുകി വരുന്നുണ്ട്, അവിടെ നിന്ന് മറ്റൊരു നദി ഒഴുകി വരുന്നുണ്ട്. ഇങ്ങനെ 3 നദികൾ 3 ദിശകളിൽ നിന്ന് വന്ന് ഒരു സ്ഥലത്ത് കൂടിച്ചേരുന്നു. ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടുന്ന്, അതായത് ഇങ്ങോട്ടേക്ക് വരുന്നത് മടിക്കേരിയാണ്. മടിക്കേരിയിൽ നിന്ന് അതായത് ശരിക്കും ഇത് ഭാഗമണ്ഡലമാണ്. ഭാഗമണ്ഡലത്തിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് പോകുന്നത് മടിക്കേരിയും, ഇങ്ങോട്ടേക്ക് ഈ ഒരു പാലം കയറി ഈ പാലം വളരെ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുന്നതാണ് തലക്കാവേരി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തലക്കാവേരി നിന്നാണെങ്കിലും ഭാഗമണ്ഡലത്തിനാണെങ്കിലും ത്രിവേണി സംഗമത്തിലോട്ട് വരുമ്പം പാലം ഇറങ്ങി താഴെ കൂടെ വേണം വരാനായിട്ട്. നമ്മളവിടെ നേരെ വന്നത് മടിക്കേരിയിലേക്ക് കേട്ടോ. നമ്മൾ ഈ കൂർഗിൻ്റെ ജില്ലയുടെ ആസ്ഥാനമെന്ന് പറയുന്നത് മടിക്കേരിയാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഏതോ ഒരു ജില്ലാ കോടതിയോ അങ്ങനെ എന്തൊക്കെയോ ആണ്. നമുക്ക് ഭാഗമണ്ഡലത്തിൽ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് വരുന്നത് മടിക്കേരിയിലേക്ക്. ഏകദേശം 48 കിലോമീറ്ററാണ് നമുക്ക് ഈ മടിക്കേരിയിലേക്ക് വരുന്നത്. ഇതാണ് മടിക്കേരി ടൗൺ എന്ന് പറയുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ട്രാവൽ ചെയ്തിട്ട് മടിക്കേരി ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നതാണ് മടിക്കേരി ഫോർട്ട് എന്ന് പറയുന്നത്. ഇത് ഇങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല കേട്ടോ, ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. പണ്ടത്തെ എന്തോ വലിയ സെറ്റപ്പാണ്. തൊട്ടപ്പുറം ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മ്യൂസിയത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇതൊക്കെ ഒരു പഴയ പള്ളിയാണ് കേട്ടോ. ഇതൊരു പഴയ പള്ളിയാണ്. ഇപ്പം മ്യൂസിയം ആക്കിയിരിക്കുന്നതും ഒരു പഴയ പള്ളി തന്നെയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവിടുത്തെ ഗവൺമെൻറ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് പണ്ടത്തെ ഒരു പള്ളിയാണ്. നമ്മൾ നേരത്തെ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 10 രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക്. ഇതാണ് ശിലകളുടെ കളക്ഷൻ എന്ന് പറയുന്നത്. പല കാലഘട്ടത്തിലെ ശിലകളുടെ കളക്ഷനാണിത്. സതി സ്റ്റോൺ, ഇതൊരു 16-ാം നൂറ്റാണ്ടിലെ ഒരു ശിലയാട്ടോ ഇത്. സതി സ്റ്റോൺ. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ഏകദേശം ഒരു പീരീഡ് ഇവിടെ അവർ കുറിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കണക്ക് ഒരിടത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സതി സ്റ്റോണാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്മുടെ സതി എന്ന് പറയുന്ന ആചാരത്തിനെ സംബന്ധിച്ചിട്ടുള്ള ശിലകളാണെന്ന് തോന്നുന്നു.
ഈ ചരിത്രം അറിയുന്ന ആൾക്കാർ, ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇതുപോലെ കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഓരോ കാറ്റഗറി തിരിച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഗണേശൻ്റെ, വിഷ്ണു, ഇത് മോഡേൺ പീരീഡിലുള്ള നമ്മുടെ സ്വാമി അയ്യപ്പൻ്റെ ഒരു ശിലയാട്ടോ ഇത്. ഇതൊക്കെ നമ്മുടെ കർണാടകയുടെ പല ഭാഗത്തു നിന്നും ശേഖരിച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ചിത്രഗുപ്തൻ്റെ സ്റ്റാച്യു ആണ്. നാഗാ സ്റ്റോൺ. എയ്റ്റീൻത് സെഞ്ച്വറി ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുന്നത്. ഓക്കെ, 9th to 10th സെഞ്ച്വറി. 9th to 10th പറഞ്ഞ ഇവിടെയുള്ളതിൽ ഏറ്റവും കൂടുതൽ സതീ സ്റ്റോണാണ് കൂടുതലെന്ന് തോന്നുന്നു. എന്താ വിഷ്ണുവിൻ്റെ ഒരു ശിലയാണിത്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ തലക്കാവേരി പോയി, അതുപോലെ തന്നെ മടിക്കേരിയിലെ മ്യൂസിയത്തിലാണ് നമ്മൾ വന്നത്. ആ ഒരു ഫോർട്ടും മ്യൂസിയൊക്കെ ഒന്നിച്ചാണുള്ളത്. അവിടേക്കാണ് നമ്മൾ വന്നത്. നമ്മളിതോടുകൂടി നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് മടിക്കേരിയിൽ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ടതുണ്ട്. സമയം 3 മണിയാവുന്നു. നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂറാണ് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ടുള്ളത്. അങ്ങനെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.